ഹേ ഗൈസ്, അപ്പൊ നമ്മള് വന്നിട്ട് 2-3 ദിവസമായെങ്കിലും നമ്മൾ ഇതുവരെ മഞ്ഞ് കണ്ടിട്ടില്ലായിരുന്നു ഗൈസ്. നമ്മൾ മഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ഇവിടം വരെ വന്നത്. എന്നിട്ട് ഞങ്ങൾ ഇതുവരെ കണ്ടില്ല ഗൈസ്. ഇന്നലെ ഫുള്ള് റീൽസ് എടുക്കുമ്പോ കാശ്മീരിലെ മഞ്ഞിലെ റീൽസ് മാത്രമേ വരുന്നുള്ളൂ ഗൈസ്. എടാ അത് നമ്മൾ സോനാമാർഗ്. അളിയ രാവിലെ മഞ്ഞ് മല കയറി പൊളിക്കും ഗൈസ്. ഞങ്ങള് മഞ്ഞിന്റെ ഡ്രസ്സാണ് നമ്മള് ഗൈസ്. മിക്കവാറും ഈ മഞ്ഞ് കാണുമ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രാന്താവട്ടെ. ഇതൊക്കെ ഊരിയിട്ട് കിടന്ന് ഉരുളാണ് അതിനകത്ത്. ഇതൊക്കെ അവിടെ ചെല്ലുമ്പോ കണ്ടാൽ മതി. അവിടെ ചെല്ലുമ്പോ എനിക്ക് തോന്നുന്നു കൂനിപ്പടച്ചതിലും മൂലയിരിക്കുന്നു. രാവിലെ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. എനിക്ക് തോന്നി എനിക്കിപ്പോ ഓക്കെ ഗൈസ്, എനിക്കിപ്പോ ഓക്കെ. കൊച്ചുവിന് എന്നിൽ നിന്ന് പടർന്നെന്ന് തോന്നുന്നു. കൊച്ചില്ല, എനിക്കിപ്പോ വലിയ പ്രശ്നമില്ല. രാവിലെ എണീക്കുമ്പോ ഉള്ള സീ മാത്രമേ ഉള്ളൂ. ഫീവർ ഓൾ ആർ ഫീവർ. അത് എത്രയേ ഉള്ളൂ. പിന്നെ പെട്ടിയിലടക്കാം. അത് ശരി, ഇവിടെയൊക്കെ ഡെഡായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട, സൈഡിലോട്ട് എടുത്ത് വെച്ചാൽ മതി. കേടാവത്തുമില്ല, ചീത്തയാവത്തല്ല, ഒന്നുമില്ല. അപ്പൊ എന്തായാലും ഗൈസ് രാവിലെ എണീറ്റ് ഞങ്ങൾ പൊപ്പിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് മുഖ്യം. വേറെ കാര്യം, നമ്മൾ അർമാദിക്കിന്റെ ഇടയ്ക്ക് നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കണം. നമ്മൾ കുറെ മലയാളി ഫാമിലീസിനെ കണ്ടു. അവരൊക്കെ ഈ മഞ്ഞിലൊക്കെ ചാടിയിട്ട് ഒരാൾക്ക് കൈ ഫ്രാക്ചറായി, വേറൊരാൾക്ക് കാല് നടക്കാൻ പറ്റാതായി. മീൻസ് പിന്നെ വീൽ ചെയറിലാണ് ഫ്ലൈറ്റിൽ പോയത്. പക്ഷേ ലാസ്റ്റ് പോവാന്ന് വിചാരിച്ചല്ല അല്ലേ? നമ്മൾ ആദ്യമേ പോയി കണ്ട അതിനൊരു വെയിറ്റിംഗ് ഇല്ല. നമ്മൾ 2 ദിവസം ഇവിടെ ഒന്ന് കറങ്ങി ഫുൾ തീർത്തതിനു ശേഷം പോയി കാണാം. ഈ കാണുന്ന വീടുകളൊന്നും ഇവിടുത്തെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ ഒന്നും വീടല്ല. ഇവിടുത്തെ നോർമൽ ആൾക്കാരെ വീടാണ് ഇതൊക്കെ. അതും ഒരു ഫാമിലിയുടെ ഒക്കെ വീടാണ് ഗൈസ്. ഒരു 2-3 പേരും താമസിക്കുന്ന വീടുകളാണ് ഇതൊക്കെ. ഭയങ്കര വലിയ വീടുകളാട്ടോ. വീട് വെക്കാൻ വേണ്ടി, ഡ്രസ്സിനോ അവരുടെ ലൈഫ് സ്റ്റൈലിനോ കാറിനോ ഒന്നിനും ഒരു പൈസ ചെലവാകും. അവര് ലാൻഡ്, വീട്, ഫുഡ്, കല്യാണം. പുള്ളിക്ക് കുറച്ച് മലയാളം പഠിപ്പിക്കാം കേട്ടോ. നമ്മുടെ വണ്ടി. I teach you some words. Yes, okay. Okay. Start. Disappointed we say oh valchi. Valchi. Oh valchi. Oh valchi. Oh valchi. What does it mean? It means it's gone. It's spoiled. Oh valchi. Oh valchi. Oh valchi. It's gone. It's gone. It's gone. Oh yeah, valchi. We are suddenly we shock. We shock. say oh achalamchi. Oh vattalamichi. Achalamchi. Atalamichi. We are shocked. Oh we shock. Oh atalamichi. Achalamchi. Right. 2 words. First word oh valchi. Oh valchi. It is tough. It's tough. Oh valchi. Second achalamchi. Atalamichi. Yeah. Oh valchi atalamichi. പുള്ളി പഠിച്ചു ഗൈസ്. ഗൈസ് ഇതിവിടെ പാറ കിടക്കുന്നു നോക്കടാ. ഉരുളൻ കല്ല് ഗൈസ് മൊത്തം. ഈ കല്ല് എവിടെ കൊണ്ടുപോകണ്ടാ ഗൈസ്? അപ്പൊ നമ്മള് ഫുഡ് കഴിക്കുന്ന സ്ഥലത്തെത്തി കേട്ടോ. നാക്ക് വിളങ്ങി നച്ചുനായി. ആൻഡ് ഇവിടെ ഇതുപോലത്തെ കുറെ ചെറിയ കടകളുണ്ട്. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഇവിടെ കാര്യമായിട്ടൊന്നും കാണത്തില്ല. മിക്കവാറും മാഗി ആയിരിക്കും. ഇവിടെ ട്രാക്ടർ വരുന്നുണ്ടോ ചെറിയ അരുവി. എവിടെ ഗൈസ് തൂണ്ടേ സാഹസിക പ്രിയരാന്ന് തോന്നുന്നു. ട്രാക്ടർ വരും നോക്കിയേ. അല്ല അത് മാത്രമല്ല, ഈ കുന്നിന്റെ മുകളിൽ മൊത്തം വീടാ. അയ്യോ ഇതൊന്നും അല്ല ഗൈസ്. ഈ വലിയ കുന്നിന്റെ മണ്ടയിലൊക്കെ വീടുണ്ട്. എങ്ങനെ കേറി പോണെന്തോ അവിടെയൊക്കെ. അട്ടിപ്പൊളി മസാല ചായ, ചൂട് ചായ. ഒരു 2 മിനിറ്റ് ഉണ്ട്. 1 മിനിറ്റ് ഇവിടെ വെച്ചാൽ ഇത് തണുക്കും. ഇവിടുത്തെ ചായ ഇച്ചിരിയുള്ളൂ ഗൈസ്. അതും പകുതി അവൻ കൊണ്ടുവന്നിട്ട് അട്ടിക്കളഞ്ഞു. എന്തൊരു സമാധാനം. തൊണ്ടയിൽ എന്തോ സാധനം ഇറങ്ങിപ്പോയാണ്. ഇത് മറ്റെന്തോ നമ്മള് പറഞ്ഞേ? നീയല്ലേ പറഞ്ഞത്? ഞാനാ പറഞ്ഞതിന് പേര് മറന്നുപോയി. പിന്നെ നമ്മളെ എടാ അതിന് കിണ്ണം കൊണ്ട് വെച്ചിട്ടുണ്ട്. തരും അടങ്ങ്. കഴിച്ചു നോക്കാം ഗൈസ്. These are 4. This is only 3. Okay, no problem, ma'am. No problem.
അടി പോച്ച് എന്തിനു വഴക്കണമെന്ന് പറഞ്ഞ കൊണ്ടുവന്നത് നിന്നെ ഇപ്പൊ കൊണ്ടുവരാന്ന്. അതാന്ന് തോന്നുന്നു പറഞ്ഞ. ഇത് അച്ചാറാണടാ തള്ളേ. ഇത് എന്തുകൊണ്ടാ കിടക്കുന്ന? ഇത് അതല്ല, വാള് കോരിയതാ. ഇവിടെ ഇതൊക്കെ കിട്ടൂ. ഇതെന്താ? ഇത് അവിടുത്തെ ഇവിടെ പരിപ്പ് കറി കേട്ടാ. അതിനകത്ത് എന്തിനാ കിടക്കുന്ന? അത് അവന് തന്നെ കൊടു കോരി. അത് എനിക്ക് വേണ്ട, അത് വെച്ചോ. അവന് തന്നെ കോരി കൊടു. നീ തിന്നാ മതി. ഇവിടെ എങ്ങനെ ഉണ്ടോ? സൂപ്പറാ. കറിയാ കുഴപ്പമില്ല കൈസ്, കൊള്ളാം. എനിക്ക് പിന്നെ ഈ നോർത്ത് ഇന്ത്യൻസിലെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെ, അതുകൊണ്ട് ഇവന്റെ റൂമിലോട്ട് കയറാനേ പറ്റത്തില്ല, ഭയങ്കര നോയ്സാ. പോന്നില്ലേ? വെജിറ്റേറിയൻ മാത്രം കഴിക്കും. നമ്മൾ ഈ നോൺ വെജ് കഴിച്ചിട്ടേ വെജിറ്റേറിയൻ മാത്രം കഴിക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മുടെ വയറ്റിനെ കൊണ്ട് വയറ് ചീത്ത തുടങ്ങിയ ചിക്കൻ. You okay, Machu? I know. I know. My God, my Hindi is so good. ഗൈസ്, ഇപ്പൊ നമ്മളിത് എത്താറായിട്ടുണ്ട്. ഇനി ഏതാണ്ട് 13-12 കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ. ഇതുവരെ നല്ല റോഡായിരുന്നു. ഇനി നമ്മളെ ആ ഒരു സോനാമർഗിന് എത്താറാകുമ്പോൾ കുറച്ച് മോശം റോഡാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ സൈഡിലൊക്കെ, അതായത് നമ്മുടെ വീടിന്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ സ്നോകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ ഒരു ടണലുണ്ട് പണിയുന്നത്. 2 റോഡാണ് തിരിയുന്നത്. കാരണം ഇത് ഡിസംബർ ആ ഒരു സീസൺ സമയത്ത് ഇതുവഴി ഒന്നും പോകാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഇവിടെ ഫുള്ള് മഞ്ഞ് മൂടി ഈ റോഡ് തന്നെ ബ്ലോക്ക് ആവും. അപ്പൊ അതുകൊണ്ടാണ് ആ ടണൽ പണിഞ്ഞത്. വേറൊരു റോഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതുവഴിയും വണ്ടിക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മളിത് എത്താറായിട്ടുണ്ട്. ചേട്ടൻ പറയുന്നതെന്ന് വെച്ചാൽ സീസൺ സമയത്ത് നമുക്ക് സോനാമർഗിൽ നിന്ന് ഇവിടം വരെ ടാക്സിക്കകത്ത് വരാം. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അങ്ങോട്ട് നമ്മളെ ഈ ചെയിൻ ഉണ്ടല്ലോ, അതായത് ഈ സ്നോയിൽ കൂടെ പോകുന്ന എക്സ്ട്രാ ചെയിൻ ഉണ്ട്, വീലിൽ ചെയിൻ ഇട്ട്, അതിനകത്ത് നമ്മൾ എക്സ്ട്രാ പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം അവിടം വരെ പോകാനായിട്ട്. നോർമൽ ക്യാബ് ഇവിടം വരെ വരത്തുള്ളൂ. പിന്നെ ഇത് ഈ റോഡ് മൊത്തം സ്നോ ആയിരിക്കും. പിന്നെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ മറ്റേ ചെയിൻ ഇട്ട വണ്ടിക്കകത്തേ പോകാൻ പറ്റത്തുള്ളൂ. മഞ്ഞ് 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 ഇത് അഴിക്കാണ്, റോഡ് സൈഡിൽ കിടക്കണ മഞ്ഞാണ്. എന്റെ മോളെ അമ്മ, മഞ്ഞ് കണ്ടേ? നോക്കുക അവിടെ കിടക്കുന്നത്. എന്റെ മോനെ വിഷയം കാണോ. അപ്പൊ നിങ്ങളിത് നാട്ടിൽ കാണോ? നാട്ടിൽ ഒടുക്കത്തെ ചൂടായിരിക്കും. ഇവിടെ നോക്ക്, എന്റെ ഫോട്ടോ ഒരു രക്ഷയില്ല കേട്ടോ. വേറെ ഫീൽ ഗൈസ്. ഈ ഫീൽ ഒന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഇതൊക്കെ നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. സീരിയസ്ലി വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ്. ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല സീരിയസ്ലി. തൊടാൻ പോട്ടെ, തൊടട്ടെ. ഓ ഇല്ല ഇല്ല, എന്തൊരു ചൂടായത്. வாழாயன் வாழ்வை வாழவே தாழாமல் மேலே போகிறேன், தீரா உள்ளுற்றை தீண்டவே இன்றே இங்கே மேல்கிறேன், இன்றே இங்கே ஆழ்கிறேன். ഗായ്സ്, അപ്പൊ ഫൈനലി നമ്മളിത് സോനാമർഗ് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. എന്റെ പൊന്ന് ഗായ്സ്, നമ്മൾ ഇത്രേ കഷ്ടപ്പെട്ട് കേരളത്തിൽ നിന്ന് ഇത്രേ കിലോമീറ്ററുകൾ താണ്ടി താണ്ടി ഇവിടെ എത്തിയത് സത്യം പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ടാണ് കേട്ടോ. ഗൈസ്, നമുക്കിങ്ങനെ ഷൂസ് ഇങ്ങനെ കുഴിച്ച് കുഴിച്ച് കയറാം, ഇല്ലെങ്കിൽ സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഇത്? എന്തുവായത് ഗൈസ്? ഇവിടെ സൺഗ്ലാസ് ഇടാതെ നമുക്ക് ഒട്ടും നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഈ സൂര്യനെ അടിച്ചിട്ടേ ഈ മഞ്ഞിലടിച്ചിട്ട് റിഫ്ലക്ഷൻ കണ്ണിൽ തന്നെ അടിക്കും. നമുക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല ഗൈസ്. സൺഗ്ലാസ് മസ്റ്റാണ് കേട്ടോ. ഗൈസ്, ഇവിടെ കുഴിയാ കേട്ടോ. നമ്മൾ നോക്കി നടന്നില്ലെങ്കിൽ നമ്മളെ കാല് പൊതഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് കല്ലുണ്ട്. നമ്മൾ പോയി മഞ്ഞാന്ന് പറഞ്ഞ് എടുത്തു പോയി ചാർന്ന് കല്ലിന്റെ മണ്ടയിലാണെങ്കിൽ എങ്ങനെയായിരുന്നമ്മ? കൊച്ചു നടന്ന് നടന്ന് അങ്ങ് പോയേട്ടോ. നമ്മളെ കാട്ടി
കൊച്ചു നടന്ന് അങ്ങ് പോയാട്ടോ, നടന്ന് മൂപ്പാട് നിന്നു കേട്ടോ. എന്റെ പൊന്നോ, നിങ്ങളത് കാണുമ്പോൾ നാട്ടില് ഒടുക്കത്തെ ചൂടായിരിക്കും. സീരിയസ്ലി ലൈഫിൽ ഒരു വട്ടമെങ്കിൽ ഒരു വട്ടം നിങ്ങളിവിടെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്ത് നോക്ക്. പിന്നെ നമുക്ക് പറ്റില്ല ഇതൊന്നും, ഇപ്പോഴേ പറ്റത്തുള്ളൂ. ബഡ്ജറ്റ് കുറവാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ട്രെയിനിലൊക്കെ വരാനായിട്ട് സാധിക്കും. പക്ഷേ കഷ്ടപ്പെട്ട് ഇവിടെ വരുന്നതിന് ഉറപ്പായിട്ടും ഫലമുണ്ട്. കാരണം ഇത്രയും ദൂരം, ആയിരക്കണക്കിന് ദൂരം നമ്മൾ യാത്ര ചെയ്ത് വന്നതിന് ഫലമുണ്ട്. ആ കഷ്ടപ്പാടല്ല ഇവിടെ വരുമ്പോൾ തീരും കേട്ടോ. അത്രയ്ക്കും സാറ്റിസ്ഫൈഡ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ കാണുമ്പോൾ അത് എത്രത്തോളം ഫീൽ ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷെ നേരിട്ട് വന്നിട്ട് ഈ മഞ്ഞിൻ്റെ മണ്ടക്കൂടെ നടക്കുമ്പോഴും ഈ മഞ്ഞുമാരി കൈ പൊത്തുമ്പോഴും അമ്മയുടെ മൃദുലയുടെയൊക്കെ ആ സന്തോഷം കാണുമ്പോഴും സീരിയസ്ലി ലൈഫിൽ ഒരുപാട് കാര്യം ചെയ്ത പോലൊരു ഫീൽ ഗൈസ്. സോ ഹാപ്പി, ഭയങ്കര ഹാപ്പി ഗൈസ്. അപ്പം നമ്മൾ നടന്ന് ഇനി മേല് കയറിയപ്പോൾ എന്തോ ഒരു ഇവിടുന്ന് എന്തോ ഒരു സംഭവം, കുറച്ച് ചോക്ലേറ്റ് ഇന്നപ്പോൾ സെറ്റായി. ചോക്ലേറ്റ് കരുതുക കേട്ടോ വരുമ്പോൾ. കാരണം നമുക്ക് ഒരുപാട് നടന്ന് ഈ തണുപ്പും കൂടി ആകുമ്പോൾ നമുക്ക് ചിലപ്പം ശ്വാസം മുട്ടാനുള്ള ചാൻസ് ഉണ്ട്. വായിപ്പോയാ അമ്മക്ക് ഭ്രാന്താ ഇതേണ്ടേ. എന്തിന് പഴനിയാ കട ഉരുള നോക്ക്. അയ്യോ ഇതെന്തിനീ കാണിക്കുന്ന നമ്മള് കടന്ന് ഈ ഒരുപാട് എനർജി എടുക്കുമ്പോണ്ടല്ലോ ശരിക്കും ശ്വാസം കിട്ടുന്നില്ല ഗൈസ്. എനിക്ക് ഇപ്പഴാ മനസ്സിലായി, ഞാൻ ഇപ്പഴാണത് ചാടിയത്. എടീ മൈസൂരുണ്ടല്ലേ എനിക്ക് ഒരു വീട്ടിൽ പോയില്ല വീട്ടില് എടി പോടി വീട്ടിൽ ബോംബേക്കാരി വീട്ടിൽ പോടി. മഞ്ഞിങ്ങനെ എടുത്തിട്ട് ഉണ്ട ഉണ്ടാക്കിട്ട് ഉണ്ട ഉരുട്ട് ഏറി ആ കൊച്ചു ദേ നടന്നങ്ങ് ടോപ്പിലെത്തി. അമ്മയും മൃദുലയും താണ്ട് ഇവിടെ കിടന്ന് മുക്കറ ഇടുകയാണ് സുഹൃത്തുക്കളെ, മുക്കറ. ഇതെന്ത് ഗതയോ കയ്യില്? എവിടെ കൊണ്ടുപോവാ? നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം. ഞാൻ ആദ്യം അച്ഛനുണ്ട് എടുത്തത് അമ്മ. കൊച്ചുതേ ഇറങ്ങി പോന്ന എങ്ങോട്ടാണെന്ന് അറിയാൻ വയ്യ. അങ്ങനെ ഇതെങ്ങോട്ട് പോകുന്നു ഗായ്സ്? നിരങ്ങി പോന്ന അമ്മതോ നിരങ്ങി പോകുന്നു ഗായ്സ്.
ഗൈസ് പ്രവീണ് ഭ്രാന്ത ഇത് ഉടുപ്പൊക്കെ ഊരിക്കളഞ്ഞ്. ഇതെന്തിന്റെ കുഞ്ഞട ഇത്? Once more, that's shaking. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിതേ പരിപാടി എല്ലാം കഴിഞ്ഞ് അറമാതിച്ച് തിമിർത്ത് ഇതേ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാട്ടോ. ഇവിടെ ഭയങ്കര സ്ലിപ്പറിയാണ്. എൻ്റെ പൊന്നു തനിക്ക് പോകുന്നുണ്ടോ? ഒതുക്കി ഇറങ്ങണേ അമ്മ. ഗൈസ് ഇപ്പോൾ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ. എൻ്റെ കാല് ഷോക്സിനകത്തൊക്കെ വെള്ളം കയറി ഫുള്ള് ഫ്രീസായി ഗൈസ്, സീരിയസ്ലി. എടാ പെതുക്ക. ഓഹോ പെതുക്ക 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 പെതുക്ക. അയ്യോ ഏന്നാ കുണ്ടിയൊത്തി വീണിട്ട് വേന്നാ. ഓ ഗായ്സ്, ഒരു നിരക്ക മൃദുല നിറങ്ങി കേട്ടോ. എന്തൊരു നിരക്കൂടി നിറങ്ങി നീ. നല്ലോണം കിട്ടി. ഞാൻ നോക്കിയപ്പോ ഒരു സാധനം ഷുറെന്ന് പറഞ്ഞു പോന്നു ഗായ്സ്. കൊച്ചുവേ കാവടി തുള്ളി പോണ്ട, നിരകും. മഴ പെയ്യുന്നു ഗായ്സ്, മഴ പെയ്യുന്നു. സീൻ 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 സീൻ. ഇതോ അവിടെ കണ്ടോ, ഇതോ അങ്ങ് കണ്ടോ, അവിടെയൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഓ എന്റെ കാല് പൊങ്ങി. ഗൈസ് എന്റെ കാലിനൊരു ഫീലിങ്സ് ഇല്ല ഗൈസ്. മരവിച്ച് കട്ടയായി. എനിക്കൊന്നും തോന്നുന്നില്ല കൈയും കാലും. അമ്മാ അയ്യോ, ഇനി അങ്ങ് വരെ നടക്കണം ഗൈസ്. ഇതോ അങ്ങ് വരെ നടക്കണം. എനിക്ക് അറിയത്തില്ല. ഇതോ ലവ അവിടെ നിന്ന് ഉടുപ്പൊക്കെ ഊരി എറിയുന്നുണ്ട്. ഒരിക്കലും കാലൊന്നും പറ്റില്ല. അമ്മേ ഞാൻ നിറങ്ങുവാ. പോടാ അല്ല ഇടി മൃദുല നിറങ്ങിക്കോ, സീനില്ല. വരട്ടെ വരട്ടെ. എന്റെ മോനെ ഞാനിവിടെ ഇതെന്തുവാ മൂട്ടില് മൂട്ടിന്നാണ്. കൊച്ചു ഇത് എങ്ങനെ ഉണ്ടോ ഇവിടുത്തെ എക്സ്പീരിയൻസ്? ഒരു രക്ഷയില്ല സത്യം പറഞ്ഞാൽ. സ്വർഗമാണ് ഗൈസ്, സ്വർഗം. മസ്റ്റായിട്ട് നമ്മളൊക്കെ ലൈഫിൽ ഒരു വട്ടമെങ്കിലും വന്നിരിക്കേണ്ട ഒരു സ്ഥലം സത്യം പറഞ്ഞ കാശ്മീർ. ലെവലാണ് ഗൈസ്. പിന്നെ ഈ വരുന്ന സമയത്ത് ഇതാണ്ട് ഓരോ കുണ്ടാവണ്ടി സാധനങ്ങളായിട്ട് കുറെ ഇതിലൊന്നും കൊണ്ട് കേരളത്തില് ഇമാരി കൊണ്ട് തള്ളിയിട്ട് കൈയും കാലം കുടിക്കും. നമ്മള് ഒരു കാര്യത്തിന് ഇവിടെ ഭയങ്കര ചീറ്റിംഗ് ഉണ്ട്. ഓരോ കാര്യങ്ങളൊക്കെ നമ്മളെ കൂടെ ചുമ്മാ നടന്നു വന്നിട്ട് നിങ്ങളെ ഗൈഡാന്ന് പറഞ്ഞ് 2000 രൂപ 1000 രൂപ വാങ്ങും. കണ്ടാ ഈ ഒരു സാധനം കണ്ടാ, ഇതിലൊന്നും കേറി വലിക്കരുത്. ഒരു സേഫ്റ്റി ഇല്ല. ആൾക്കാരെ കൊണ്ട് തള്ളിയിടും ഗൈസ്. പ്രായമുള്ള ആൾക്കാരെ കൊണ്ട് ഞാൻ തന്നെ എത്ര എണ്ണം കണ്ട് അമ്മമാരെ കൊണ്ട് തള്ളിയിട്ട് കൈ ഒടിഞ്ഞ് ചുമ്മാ റിസ്ക് ആണ്. ഇവന്മാരിത് ഒരു സേഫ്റ്റി ഇല്ലാതെ അതിന്റെ മോളിൽ നിന്നൊക്കെ നിരക്കിഞ്ഞ് വിടും. ഒന്നിലും കേറരുത്. നടക്കുന്നത് നമുക്ക് റിസ്ക് ആണ്. ഇവര് മലയാള മണ്ടയിൽ ഈ സാധനം കൊണ്ട് വരുന്ന നമ്മളങ്ങനെ വഴി നിൽക്കണം, ഇടിച്ചു പറിച്ചിടും. അതുകൊണ്ട് ഇതിലൊന്നിലും കേറരുത്. നിങ്ങൾ വരിക, നിങ്ങൾ ഫാമിലി ആയിട്ട് ഇതുവഴി നടക്കുക, ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, നിങ്ങൾ എൻജോയ് ചെയ്യുക, അത്ര ചെയ്യാവുള്ളൂ. വേറെ ഒന്നിലും കേറരുത് കേട്ടോ. ഗായ്സ്, അപ്പോൾ നമ്മള് നടന്ന് താഴെ എത്താറായ കേട്ടോ. നമ്മൾ നിന്നെടുത്തൊക്കെ ഒന്നും കാണാൻ വയ്യ. കണ്ടോ, ഫുള്ള് കോട കൊണ്ട് മൂടി. കാരണം നമ്മൾ ഇറങ്ങി വന്ന വഴിക്ക് നല്ല ചാറ്റൽ മഴയായിരുന്നു. ഫുള്ള് നമ്മൾ നിന്നിടം ഫുള്ള് മൂടി കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. എന്റെ ബാക്ക്ഗ്രൗണ്ട് ഫീലാണ് സത്യമായിട്ട്. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനേ പറ്റത്തില്ല. ഡേയ് ബിരിയാണി അടിച്ചിട്ട് കേറിയ കുത്തല്. ഈ അവിടെ പോയി കിടന്ന് ചാടിയല്ലേ, ഈ ഡ്രസ് ഒന്നും അടിച്ചിട്ടുണ്ടായിരുന്നാ? കൊച്ചുവിന് മൂക്കൊക്കെ അടച്ചേട്ടാ. ചെറുതായിട്ട് പനിയുടെ ഒരു ലക്ഷണം ഉണ്ട് കേട്ടോ.
അമ്മാതിരി മറിച്ചില്ല പോലെ ഇത്. അമ്മ എവ എന്തൊരു ഓട്ടോ ആയിരുന്നു അമ്മ ഫ്രണ്ട്. ഓട്ടോ എനിക്കങ്ങ് വട്ടായി. ഞങ്ങൾ കാണുന്നില്ല, കൊച്ചൂടെ കാണില്ല. അമ്പോറാണ് എന്തോ ഒരു തല കണ്ട് അവന്റെ ഞാൻ തോന്നുന്നത്. കൊച്ചു ആയിരുന്നു മുമ്പേ പോയത്. എന്റെ ചെവി അടച്ചു കഴിച്ചു ഇങ്ങോട്ട് വന്നപ്പം. എന്റെ ചെവി അടച്ച് മൂക്കും അടച്ച് Guys, എനിക്ക് മാത്രം സത്യം പറഞ്ഞില്ല എവക്ക് പനി വരുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ എനിക്ക് എന്റെ വീട്ടിൽ പോകുമ്പോൾ മാത്രമേ പനി എവള് പക്കാ ഓക്കെയാണ് അവള്. കണ്ണി തൊടു. ഇന്നൊരു കാര്യം, നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് വരും. അമ്മയ്ക്കും ഫസ്റ്റ് ഏട്ടന് വരും, പിന്നെ അമ്മയ്ക്ക് വരും, പിന്നെ കൊച്ചു. നമ്മള് കിടക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് ഒരു ലൈഫിലെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം നമ്മൾ എത്രയോ നാള് നമ്മൾ കുഞ്ഞിലെ തൊട്ടേ ആഗ്രഹിക്കുന്നതാണ്, എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് കാശ്മീർ ഒരു വട്ടം പോകണമെന്ന്. അത് എല്ലാവർക്കും ചിലപ്പോൾ നടന്നൊന്നും വരത്തില്ല, ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരത്തില്ല. അല്ലെങ്കിൽ പക്ഷെ നമുക്ക് സാധിച്ചത് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അമ്മയും കൂടി കൊണ്ടുവരാൻ സാധിച്ചില്ല. അമ്മയാണെങ്കിൽ ഏറ്റവും ഹാപ്പി. കാരണം അമ്മ എപ്പോഴും പറഞ്ഞ മഞ്ഞി കളിക്കണം. ഇന്ന് മഞ്ഞി കളിച്ച് മടുത്ത് ലാസ്റ്റ് അമ്മ പറഞ്ഞ് വാ പോവാത്ത കാലൊക്കെ പെരുത്ത് അല്ലേ. നമ്മൾ അങ്ങോട്ട് പോയി ശരീരം കൊണ്ടല്ല ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. അയ്യോ സീരിയസ്ലി നിങ്ങൾക്ക് വീടിന്റെ മനസ്സിലാവും. മരവിച്ച് ഗൈസ്. അപ്പം ഗുഡ് നൈറ്റ് ഗൈസ്. നമ്മൾ കിടന്ന് ഉറങ്ങിയാണ്. എല്ലാരും വരിക്കും ശബ്ദങ്ങളാ. അപ്പൊ നാളെ നാളെ പൊങ്ങുവാണെങ്കിൽ എവിടെയെങ്കിലും പോവാ. അതാ നാളെ എണീക്കുവാണെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവാ. ഇപ്പൊ രാത്രി ഭയങ്കര ടയർഡായി. ഇവിടെ ഇപ്പോഴും തണുപ്പാട്ടോ. അപ്പം ഹോപ്പി ഗൈസ് നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയും ഇതിനുള്ള വരെ ബൈ. ha ha ha